World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസ് ആണ് അടുത്തതായി. ഡ്യുവറ്റ് വിത്ത് ജൂനിയർ ഐഡൽ റൗണ്ടിലാണ് അടുത്ത പെർഫോമൻസ്. ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജൂനിയർ ഐഡൽ സീസൺ 1 കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ പാർട്ടിസിപ്പന്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ വേദിയിൽ എത്തുന്നത്. ഇന്നത്തെ ഈ റൗണ്ടിൽ പെർഫോമൻസിനായി നമുക്ക് സ്വാഗതം ചെയ്യാം ദ സെക്കൻഡ് റണ്ണർ അപ്പ് ഓഫ് ജൂനിയർ ഐഡൽ സീസൺ 1, ദ വെരി ക്യൂട്ട് ആൻഡ് ചാർമിംഗ് അനാമിക. ഹായ് അനാമിക. ഹായ് ചേച്ചി, ഞാനിപ്പോൾ പാടാൻ പോകുന്ന ശരത്തേട്ടൻ്റെ കൂടെയാണ്. ആൻഡ് ഇവിടെ ഒന്ന് പാടാൻ പറ്റല് ഭയങ്കര ടെൻസ്ഡാണ്. ടെൻഷനൊന്നും കാണില്ല, വർത്താനം. ഞാനൊന്നും ചോദിക്കാതെ എന്റെ മോളെല്ലാം പറഞ്ഞു. അപ്പൊ നമുക്ക് ശരത്തിനെ വെൽക്കം ചെയ്യാം അല്ലേ? ലെറ്റ്സ് വെൽക്കം ശരത്. ശരത്, രണ്ടുപേരും വൈറ്റ് ആൻഡ് വൈറ്റ്. ഏത് സോങ്ങാ ശരത്തെ സെലക്ട് ചെയ്തിരിക്കുന്നത്? അറബിക്കത്ത് എന്ന സിനിമയിലെ ബിജിപാൽ സാറാണ് കമ്പോസ് ചെയ്ത താരകമലരുകൾ. ഓക്കെ ശരത്, അപ്പം നന്നായിട്ട് പഠിച്ചല്ലോ, നന്നായിട്ട് പാടുക. ടെൻഷൻ ഉണ്ട് അനാമിക, അത് മാറ്റി കൊടുക്കണം. Okay, all the best. Let's have a look. മലരുകൾ വിരിയും പാടം ദൂരെ അങ്ങു ദൂരെ, മലരുകൾ വിരിയും പാടം നെഞ്ചിൽ ഇടനെഞ്ചിൽ, കതിരുകൾ കൊയ്യാൻ പോകാം ഞാനൊരു കൂട്ടായി കൂടാം, ആകാശത്തമ്പിളി പോലൊരു കൊയ്ത്തരിവാളുണ്ടോ, മലരുകൾ വിരിയും പാടം ദൂരെ അങ്ങു ദൂരെ, മലരുകൾ വിരിയും പാടം നെഞ്ചിൽ ഇടനെഞ്ചിൽ. ഉറങ്ങാതിരിക്കലും ഉറങ്ങിയെന്നാകിലും നീയൻ കിനാവിലെ ചെന്താരകം, ഇരുട്ടിന്റെ ജാലകം തുറന്നെത്തി നോക്കുമ്പോൾ ഉറങ്ങാത്ത തോഴനേ വെൺചന്ദ്രിക, വന്മതിലിൻ നാട്ടുകാരി നീയൻ സന്ധ്യകളിൽ കുങ്കുമം ചൊരിഞ്ഞു, മലരുകൾ വിരിയും പാടം ദൂരെ അങ്ങു ദൂരെ, മലരുകൾ വിരിയും പാടം നെഞ്ചിൽ ഇടനെഞ്ചിൽ. പാടാതിരിക്കുവാനാവില്ലെനിക്കും പ്രണയപ്രവാഹിനിയിൽ അലിഞ്ഞിടവേ, കാറ്റേറ്റു പാടുമീ പാട്ടിൻ ലഹരിയിൽ ഉൾച്ചില്ലയാകവേ പൂത്തുലഞ്ഞു, കന്നിവയിൽ കൊടിഞ്ഞൊറിയുന്നു വേളിപ്പെണ്ണായി നിന്നെ ഒരുക്കുന്നു, മലരുകൾ വിരിയും പാടം ദൂരെ അങ്ങു ദൂരെ.
കതിരുകൾ കൊയ്യാൻ പോകാം, ഞാനൊരു കൂട്ടായി കൂടാം. ആകാശത്തമ്പിളി പോലൊരു കൊയ്ത്തരിവാളുണ്ടോ, തരിവളകൾ മിന്നും കൈ മുന്നരിവാളുണ്ടേ, തരിവളകൾ മിന്നും കൈ മുന്നരിവാളുണ്ടേ. Thank you. Thank you. ശരത് ആൻഡ് അനാമിക, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. രണ്ടുപേരും നന്നായി എൻജോയ് ചെയ്ത്, രണ്ടുപേരും തമ്മിൽ കോംപ്ലിമെന്റ് ചെയ്ത് നന്നായിട്ട് പാടി. അനാമിക ഹാപ്പി ആയോ പാടിയതില്? ഹാപ്പി ആയി അല്ലേ? ഇനി നമുക്ക് കമന്റ്സ് അറിയാം. ശരത്തിന്റെ പെർഫോമൻസിലെ കമന്റ്സ് അറിയാം. I'll start with ബിജേട്ടൻ. ശരത്, അനാമിക നന്നായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നില്ല. ശരത്തിന്റെ ഒരു ശൈലിയിൽ തന്നെ അത് പ്രസന്റ് ചെയ്തു. വേറെ നോട്ടുകളുടെ തെറ്റ് ഒന്നും തോന്നിയില്ല. ഇപ്പൊ ചില കുറച്ചൊരു ക്ലാസിക്, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, കുറച്ചൊരു കർണാട്ടിക് ബാണി ഇടയ്ക്ക് സ്പർശിക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ. അതൊന്ന് കുറച്ചുകൂടി ലൈറ്റ് ആക്കിയാൽ കൊള്ളാമെന്ന് തോന്നി. പൊതുവെ ഉണ്ട് ശരത്തിന് ആ ഒരു സ്ട്രെങ്ത് വരുന്നുണ്ട്, കർണാട്ടിക്കിന്റെ ഒരു സ്ട്രെങ്ത് വരാറുണ്ട്. ലൈറ്റ് സോങ്സ് പാടുമ്പോൾ അതിന്റെ ഒരു കൺട്രോൾ, ഒരു ബാലൻസ് ഉണ്ടായാൽ കൊള്ളാം എന്നേ തോന്നുള്ളൂ. വേറെ തെറ്റുകളൊന്നും എനിക്ക് തോന്നില്ല. അനാമികയും വളരെ സ്വീറ്റ് ആയിട്ട് പാടി കേട്ടോ, രണ്ടുപേരും അസലായിട്ട് പാടി. താങ്ക് യു ബിജേട്ടാ. റീം ചേച്ചി. അനാമിക കുട്ടി, എന്തുണ്ട് വിശേഷം? രണ്ടുപേരാ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിട്ട് നിന്ന് പാടി. ഇപ്പോ അറിയാണ്ട് വന്നതായിരിക്കും അങ്ങനെ വൈറ്റ് ആൻഡ് വൈറ്റ് അല്ലെ? അല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു, മനഃപൂർവ്വമായിരുന്നു. അപ്പൊ എന്തായാലും അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു രസം ഉണ്ടായിരുന്നു. പിന്നെ ആ പാട്ട് വളരെ ഭംഗിയായിട്ട് രണ്ടുപേരും പാടി. വിനീതും സുജാ ചേച്ചിയും ചേർന്ന് ആലപിച്ച. ബിജേട്ടൻ ഈ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ചിത്രത്തിനോട് ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് എന്തായാലും വരും. കാരണം ആദ്യ ചിത്രം, ആദ്യ ഗാനങ്ങൾ, ആദ്യത്തെ സിനിമ എന്നുള്ള ആദ്യ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ അല്ല, ഇത് അനുഭവം, നമ്മളെ ഒരു നൊസ്റ്റാൾജിയ കൂടിയാണ് ഈ പാട്ടുകൾ. കാരണം ഇതിനകത്ത് ചില ചൈനീസ് വാക്കുകളൊക്കെയാണ്, ഞാൻ റിമിയോട് പറയായിരുന്നു. അതൊക്കെ ഇതിനകത്ത് നായിക ജാങ് ജുമിൻ എന്ന് പറയുന്ന ചൈനീസ് വനിത എഴുതി തന്നതാണത്. ഇതിനകത്ത് ഇപ്പൊ അതൊക്കെ അങ്ങനെ പാട്ട് ഐ ലവ് യു എന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെ ചൈനയിൽ എങ്ങനെയത്? അതുപോലെ ചു ചു ചോങ് മാൻ ആയ് ആയ് ചു ചു ചോങ് മാൻ ആയ്. ഈ അന്തരീക്ഷം പ്രണയാർദ്രമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ കുറെ വരികള് എഴുതി തന്നിരുന്നു ഈ പാട്ടിന് വേണ്ടി, ഞാൻ എഴുതി മേടിച്ചിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് ഒക്കെ ചെയ്തതാണ് ഈ പാട്ട്. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് നായകൻ. അപ്പൊ പൊന്നരിവാളംപിള്ളിയിൽ എന്ന് പറയുന്നൊരു അതിനോടൊരു ഇതുണ്ടാവും, ആ ഒരു KPSC നാടകഗാനങ്ങളോടൊക്കെ. അത് വെച്ച് തുടങ്ങി ചൈനീസ് മ്യൂസിക്, ദുബായിൽ സംഭവിക്കുന്നു, അറബിക് സംഗീതം BGയിൽ വരുന്നു. അങ്ങനെ കുറച്ചൊരു എന്താ പറയാ, ഒരു കോക്ടെയിൽ പോലെയാണ് പാട്ട് ചെയ്യാൻ പറ്റിയത്. ലാലുവേട്ടനും പാട്ട് എഴുതിയ പനച്ചൂരാനും ഒക്കെ നന്ദി. അനിൽ പനച്ചൂരൻ അദ്ദേഹത്തിന്റെ വരികൾ ഈ പാട്ടിനെ വളരെ മനോഹരമാക്കി. വന്മതിലി നാട്ടുകാരി, അതൊക്കെ എന്ത് രസമായിട്ട് അദ്ദേഹം എഴുതിയേക്കുന്നത്. അതുപോലെ മോള് പണ്ടത്തെ കഴിഞ്ഞ സീസണേക്കാൾ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് മോളുടെ സിംഗിങ്ങിൽ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സുജാ ചേച്ചി. സുജാച്ചിയുടെ എക്സ്പ്രഷൻ ഒരിക്കലും നമുക്ക് എന്താ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും മോള് മാക്സിമം ചേച്ചി പാടിയേക്കുന്നതിനോട് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മോനാണെങ്കിലും ഇവിടെ ഒത്തിരി സംശയമൊക്കെ ചോദിച്ച് രാവിലെ തൊട്ട് തുടങ്ങിയ ക്ലാസ് ആയിരുന്നല്ലോ, ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഗുണം മോനെ എന്തായാലും കിട്ടി അല്ലേ? അതിന്റെ ഒറിജിനൽ കമ്പോസർ പറഞ്ഞു തന്നപ്പോൾ കുറെ കറക്റ്റ് ആക്കാൻ പറ്റി അല്ലേ? ഓക്കെ മോളെ നന്നായി പാടി, നല്ലത് മാത്രം വരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ശരത് അനാമിക, ബിജി ബാല എന്ന മ്യൂസിക് ഡയറക്ടറുടെ ഡെബ്യൂ മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ മെലഡി നമുക്ക് വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. ഒരു ശ്രോതാവ് എന്ന നിലയ്ക്ക്, ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് ബിജിയുടെ ഏറ്റവും ഇഷ്ടമുള്ള, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള പാട്ടുകളൊന്ന്, സ്പെഷ്യലി ഇതിന്റെ അനുപല്ലവി. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനുപല്ലവിയാണ് ബിജേട്ടൻ കമ്പോസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു ചേട്ടാ. ആൻഡ് ഓഫ് കോഴ്സ് ബിജേട്ടനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട പേരാണ് അനിൽ പനച്ചൂരാൻ. ഇവരുടെ രണ്ടുപേരുടെയും ആദ്യ ചിത്രമാണെന്ന് തോന്നുന്നു അറബിക്കഥ. സോ അനിൽ പനച്ചൂരാൻ എന്ന വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായ വരികളാണ് ഈ പാട്ടിൽ. കമ്മിങ് ടു ദ സോങ്, അനാമിക, ബ്രില്യൻറ്റ്, ജസ്റ്റ് ബ്രില്യൻറ്റ്.
ശരത്തും അസലായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശരത്തിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ അമേസിംഗ് ആണ്. ആ പാട്ടിനുള്ള ഒരു ആഗ്രഹവും എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം. ചെറിയൊരു സജഷൻ പറഞ്ഞു, ആദ്യം തുടങ്ങിയ താരകമലരുകൾ മാത്രം ചെറിയൊരു പിച്ച് ഔട്ട് ഉണ്ടായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടി. ഒരു ചെറിയ കാര്യം കൂടി സജസ്റ്റ് ചെയ്യാനുള്ളത്, കുറച്ചുകൂടി ശരത്തിന് ഇന്ന് പ്ലസന്റ് ആവാമായിരുന്നു എന്ന് തോന്നി. വേറെ സജഷൻസ് ഒന്നും തന്നെ ഇല്ല. അസലായിട്ട് തന്നെ പാടി. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു അനൂപേട്ട. അപ്പം ശരത് ആൻഡ് അനാമിക നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, നല്ല കമന്റ്സ് കിട്ടി. ഇനി ശരത്തിന്റെ മാർക്സ് അറിയാം. അനൂപേട്ട? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ശരത്. 28 out of 30. താങ്ക് യു സർ. താങ്ക് യു അനൂപേട്ട. റിം ചേച്ചി? 28.25. 28.25. ബിചേട്ടാ? ശരത് 28 മാർക്സ്. താങ്ക് യു ബിചേട്ടാ. 28 on 30. ബിചേട്ടാ on 3? 3-ല് 2.5. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. റിം ചേച്ചി? 2.5. താങ്ക് യു ചേച്ചി. താങ്ക് യു റിം ചേച്ചി. ശരത് സ്റ്റൈൽ ആറ്റിറ്റ്യൂഡ് പെർഫോമൻസ് indeed very good. 3.75 out of 4. Thank you Anubeta. Sharath, your total score is 93 out of 100. നല്ല സ്കോർ ആണല്ലേ ശരത്? അപ്പോൾ 2 പെർഫോമൻസുകൾ കഴിഞ്ഞു ശരത്തിന്റെ. അനാമിക ഇനിയും വരില്ലേ അടുത്ത എപ്പിസോഡിൽ? പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വരാ. താങ്ക് യു ശരത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. അങ്ങനെ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായി ഐ റിമൈൻഡ് യു സംതിങ്. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നിങ്ങളുടെ ട്രാവൽ നീഡ്സിന് എപ്പോഴും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. ബൈ സേയിങ് ദാറ്റ്, ദിസ് ഇസ് മീ മേഘ്ന സൈനിങ് ഔട്ട് ഫ്രം യുവർ ഫേവറേറ്റ് ഷോ ITL വേൾഡ് ജൂനിയർ